ചരിത്രത്തിലെ ഏറ്റവും രസകരവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ പുസ്തകങ്ങളിലൊന്നാണ് എത്യോപ്യൻ ബൈബിൾ. എത്യോപ്യ തന്നെ ആരാലും വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഒരു നാടാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. പുരാതന നാഗരികതയ്ക്ക് പേരുകേട്ടതാണ് ഈ എത്യോപ്യ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരിക്കലും കോളനിവൽക്കരിക്കപ്പെടാത്ത ഒരേ ഒരു നാടാണിത്. അതുകൊണ്ട് തന്നെ ജൂതന്മാർ പോലും അംഗീകരിക്കുന്ന ഒരാളായ ഹാമിന്റെ വംശപാരമ്പര്യം ഉള്ളവരാണ് ഈ എത്യോപ്യക്കാർ. ഞാനിങ്ങനെ എത്യോപ്യയെക്കുറിച്ച് ഒരുപാട് പറയുന്നത് കൊണ്ട് എത്യോപ്യയുടെ ചരിത്രമല്ല ഈ വീഡിയോയിൽ പറയുന്നത്. അവരുടെ കയ്യിലുള്ള അമൂല്യമായ അവിശ്വസനീയമായ ഒരു ചുരുളിനെ കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എത്യോപ്യയിൽ ഒരു പുരാതന ബൈബിളിന്റെ ചുരുളുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കിങ് ജെയിംസ് വേർഷൻ ബൈബിളിനെക്കാളും പഴയതാണ്. കിങ് ജെയിംസ് ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. എന്നാൽ മറ്റ് ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ ഇല്ലാത്ത 88 പുസ്തകങ്ങൾ ഈ എത്യോപ്യൻ ബൈബിളിനകത്തുണ്ട്. ഈ ബൈബിളിനകത്ത് പഴയ നിയമം, പുതിയ നിയമം, മുമ്പെങ്ങും കാണാത്ത ഗ്രന്ഥങ്ങൾ കൂടി അതിനകത്തുണ്ട്. നാം അറിയേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം ഔദ്യോഗികമായി വരുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ എത്യോപ്യയിൽ ഈ ചുരുളുകൾ ഉണ്ടായിരുന്നു. മറ്റു പല രാജ്യങ്ങളിലെയും പോലെ ക്രിസ്തുമതം അവർക്ക് പരിചയപ്പെടുത്തിയതല്ല. അതിനു മുമ്പ് തന്നെ ക്രിസ്തുമതം അവിടെ നിലവിലുണ്ടായിരുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ എത്യോപ്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. 6-ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ എത്യോപ്യ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെന്ന് ഈജിപ്ഷ്യൻ സഞ്ചാരിയും സന്യാസിയും ചരിത്രകാരനുമായ കോസ്മോസ് ഇൻഡിക്കോപ്ലേസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലും സാമ്രാജ്യങ്ങളിലും നിന്നുള്ള പീഡനങ്ങൾ കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്തുമതത്തിലേക്ക് മാറിയ ഒരുപാട് ക്രിസ്ത്യൻ അഭയാർത്ഥികളെ എത്യോപ്യൻ ഭരണാധികാരികൾ എങ്ങനെ സ്വീകരിച്ചുവെന്ന് ഈ സഞ്ചാരി നിരീക്ഷിച്ചു. ചില എത്യോപ്യൻ ഗോത്രങ്ങൾ 3500 വർഷങ്ങളായി ക്രിസ്ത്യൻ ദൈവത്തെ ആരാധിച്ചു വരുന്നു. എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞാൽ അത് കത്തോലിക്ക സഭയല്ല. സത്യത്തിൽ തെഹ്വേഡോ എന്ന് അറിയപ്പെടുന്ന എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയാണ് ഏറ്റവും പഴക്കമുള്ള സഭ. പുരാതന എത്യോപ്യൻ ഭാഷയായ ഗീസിൽ എഴുതിയ സുവിശേഷങ്ങളുടെ ഭാഗമായ ആദ്യകാല ചിത്രീകരിച്ച ക്രിസ്ത്യൻ പുസ്തകങ്ങളിലൊന്ന് എത്യോപ്യയിലുണ്ട്. ഈ ശ്രദ്ധേയമായ കയ്യെഴുത്ത് പ്രതി 2010 എത്യോപ്യയിലെ ഒരു മലയുടെ മുകളിലുള്ള ഒരു ആശ്രമത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. വിശുദ്ധ എത്യോപ്യൻ ഗ്രന്ഥമായ കെബ്രനാഗസ്റ്റ് പറയുന്നതനുസരിച്ച് ബൈബിളിലെ ഷേബാരാഗ്നി BC 10-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ ശലോമോൻ രാജാവിനെ കുറിച്ച് കേട്ട് അവന്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയാൻ അവിടെ ചെന്നു. ബൈബിൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ അത് പറയുന്നില്ല. ഈ കെബ്രനാഗസ്റ്റ് പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ശലോമോൻ രാജാവിനും ഷേബാരാഗ്നിക്കും ഒരു മകൻ ജനിച്ചു. അവന് മെനലിക് എന്നാണ് പേർ. ഷേബാരാഗ്നി മകനെ കൂട്ടി എത്യോപ്യയിലേക്ക് തിരിച്ചുപോയി. അവൻ അവിടെ ആദ്യ ചക്രവർത്തിയായി. 2012 എത്യോപ്യക്കാരുടെ ഇടയ്ക്ക് നടത്തിയ ജനിതക പഠനങ്ങൾ ഷേബാരാഗ്നിയുടെ യാത്രയുടെയും മകന്റെ ജനനത്തിന്റെയും സംഭവകഥ സത്യമാണെന്ന് പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈജിപ്ത്, ഇസ്രായേൽ അല്ലെങ്കിൽ സിറിയ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എത്യോപ്യക്കാരുമായി ഇടകലർന്നുവെന്ന് ഈ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തി. ഇത് പുരാതന സംഭവങ്ങളെല്ലാം സത്യമാണെന്ന് ഉറപ്പിക്കുന്നു. ഇത്രയൊക്കെ യോഗ്യതകൾ ഉണ്ടായിരുന്നിട്ടും എത്യോപ്യൻ ബൈബിളിനെ അവഗണിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ കാനോനികത്തിൽ അതിനെ ഉൾപ്പെടുത്തുന്നതുമില്ല. ഈ വിശ്വാസത്തിൽ തന്നെയുള്ള പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നുള്ളത് അറിയ പോലുമില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. എത്യോപ്യൻ ബൈബിളിനെ ഇങ്ങനെ അവഗണിക്കാനും ഇല്ലാതാക്കാനുമുള്ള കാരണം എന്താണ്? അവർ എത്യോപ്യൻ ബൈബിളിനെ എന്തിനാണ് നിരോധിച്ചത്? ഇതിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നമുക്കതിന്റെ ചരിത്രം കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്കറിയാവുന്ന ബൈബിൾ എല്ലായ്പ്പോഴും അതുപോലെ തന്നെ ആയിരുന്നില്ല. ബൈബിളിന്റെ പല ഭാഗങ്ങളുടെ പല രീതിയിലുള്ള പതിപ്പുകളും അതിന്റെ സന്ദേശങ്ങളുടെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ബൈബിൾ വേറെ പല ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു ആണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തർജ്ജിമ എന്ന് പറയുന്നത് AD 400 വിശുദ്ധ ജെറോം ആയിരുന്നു എബ്രായ ഭാഷയിൽ നിന്ന് ലാറ്റിനിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തത്. വോൾഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ തർജ്ജിമ ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാറ്റിൻ പതിപ്പായി മാറി. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ നൂറ്റാണ്ടിൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചും യേശുവിന്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചും പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇതിൽ പലതും സത്യമല്ലായിരുന്നു. അതിൽ പലതും ആരാധകരുടെ കെട്ടുകഥകൾ ചേർത്ത് എഴുതിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ കെട്ടുകഥകളും വിശ്വസിച്ചു. ഇന്നത്തെ കാലം പോലെ ഇത് ശരിയാണോ എന്ന് അറിയാനുള്ള സംവിധാനം അന്ന് ഇല്ലായിരുന്നതുകൊണ്ട് ഈ കെട്ടുകഥകളുള്ള പുസ്തകങ്ങൾ പെട്ടെന്ന് വ്യാപിച്ചു. അത് കാരണം പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായി. ആദ്യകാല ക്രിസ്ത്യൻ നേതാക്കൾ ഈ പ്രശ്നം കാരണം വല്ലാതെ ബുദ്ധിമുട്ടി. പുതിയ നിയമത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ AD 325 നീസിയ കൗൺസിലും AD 381 കോൺസ്റ്റന്റൈനോപ്പിളിന്റെ ആദ്യ കൗൺസിലും വിളിച്ചുകൂട്ടി.
യേശുവിനെ അനുഗമിച്ചവരിൽ ഒരാളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാളോ ആയിരിക്കും ഈ പുസ്തകം എഴുതിയതെന്ന് അവർ തീരുമാനിച്ചു. അത് ബൈബിളിന്റെ മറ്റു പുസ്തകങ്ങളുടെ കൂടെ ചേർത്തു. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കുന്നത് ജെയിംസ് രാജാവിന്റെ ഭരണകാലത്താണ്. ഏകദേശം 500 വർഷങ്ങളായി വോൾഗേറ്റ് ബൈബിൾ നിലവിലുണ്ടായിരുന്നെങ്കിലും ബൈബിളിന്റെ പല വ്യത്യസ്ത പതിപ്പുകൾ പല സ്ഥലങ്ങളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഇത് രാജാവിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. മതപരമായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും തന്റെ അധികാരം ശക്തിപ്പെടുത്താനും വേണ്ടി ഒരൊറ്റ ബൈബിൾ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അന്നുള്ള പല വ്യാഖ്യാനങ്ങളും തെറ്റാണെന്ന് അന്നത്തെ പുരോഹിതന്മാർ രാജാവിനോട് പറഞ്ഞു. അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാ തർജ്ജമകളും ശരിയാണോ എന്ന് അറിയാൻ കിങ് ജെയിംസ് 47 വിദഗ്ധരെ നിയോഗിച്ചു. അവരെ 6 ഗ്രൂപ്പുകളായി തിരിച്ചു. പക്ഷപാതമില്ലാതെ കർശന നിയമങ്ങൾ പാലിച്ച് 7 വർഷത്തോളം അവർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തു. പല കാര്യങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥ മൂലഭാഷയ്ക്ക് അനുയോജ്യമായ ഒരു ബൈബിൾ ഉണ്ടാക്കാൻ അവർ ലക്ഷ്യമിട്ടു. വിദഗ്ധരെല്ലാം പുസ്തകങ്ങളുടെ പല കാര്യങ്ങളും നോക്കി മൂലഭാഷയുമായി ചേർന്ന പുസ്തകങ്ങൾ ചേർത്തെടുത്ത് അത് ശരിയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് AD 1611 പ്രസിദ്ധീകരിച്ചത്. അച്ചടി യന്ത്രം ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പതിപ്പ് എത്രയും വേഗത്തിൽ തന്നെ ആളുകളിലേക്ക് എത്താൻ സഹായിച്ചു. എന്നാലും എത്യോപ്യൻ ബൈബിളിൽ ഉണ്ടായിരുന്ന കുറച്ച് പുസ്തകങ്ങളെ കിങ് ജെയിംസ് ബൈബിളും വോൾഗേറ്റ് ബൈബിളും ഒഴിവാക്കിയിരുന്നു. അപ്പൊ ചോദ്യമെന്ന് പറഞ്ഞ എത്യോപ്യൻ ബൈബിൾ എന്തിനാണ് നിരോധിച്ചത്? അതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അതിൽ സ്യൂഡോഫീഗ്രഫ എന്നറിയപ്പെടുന്ന കൂടുതൽ പുസ്തകങ്ങൾ അതിലുണ്ട് എന്നതാണ്. അത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളെല്ലാം ചരിത്രകാരന്മാർ എഴുതിയതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ആരാധകർ എഴുതിയുണ്ടാക്കിയ കെട്ടുകഥകൾ പോലെയാണ് അതിലുള്ളത്. ഇങ്ങനത്തെ പൊരുത്തക്കേടാണ് ഇന്ന് മിക്ക ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്ന കാനോനികത്തിൽ നിന്ന് എത്യോപ്യൻ ബൈബിളിനെ ഒഴിവാക്കാൻ കാരണം. മിക്ക ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും സ്യൂഡോഫിഗ്രാഫ പുസ്തകങ്ങളെ കാനോനിക്കൽ അല്ലാത്തതായി തന്നെയാണ് കണക്കാക്കുന്നത്. ദൈവിക പ്രചോദനത്തിൽ നിന്നുണ്ടായ ഒരു പുസ്തകമല്ല എന്ന് എഴുത്തുകാരും ദൈവശാസ്ത്രജ്ഞരും മനസ്സിലാക്കിയതുകൊണ്ട് ഈ പുസ്തകങ്ങളെ നീക്കം ചെയ്തു, അല്ലെങ്കിൽ നിരോധിച്ചു. ഇതിലെ പല പുസ്തകങ്ങളും യേശു ജനിക്കുന്നതിന് മുന്നേയും ശേഷവും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശങ്ങൾ സംശയം ഉളവാക്കുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തെ അവർ ഒഴിവാക്കിയത്. ഉദാഹരണത്തിന് നമ്മുടെ AR റഹ്മാൻ സാർ, അദ്ദേഹം നല്ലൊരു മ്യൂസിക് ഡയറക്ടർ അല്ല എന്ന് ഒരാൾ നാളെ ഒരു പുസ്തകം എഴുതി പുറത്തിറക്കിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു പുസ്തകം പുറത്തു വന്നാൽ നമുക്കതിന്റെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട് നമ്മളാരും വിശ്വസിക്കില്ല. എഴുതിയ ആളെ നമ്മൾ ഏറിൽ നിർത്തും. പക്ഷേ ഈ പുസ്തകം ഒരു 200 വർഷങ്ങൾക്ക് ശേഷമാണ് ആരെങ്കിലും വായിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അന്നത്തെ വായനക്കാർ ചിലപ്പോൾ വിശ്വസിക്കും, ഓ അയാൾ വലിയ സംഭവമൊന്നും അല്ല എന്ന്. ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ തടയാൻ വേണ്ടിയാണ് ഈ പുസ്തകങ്ങളെ നിരോധിച്ചത്. എത്യോപ്യൻ ബൈബിളിൽ 2 കാനോനികമുണ്ട്. വിശാലമായ, അതായത് ബ്രോഡർ കാനോനികവും ഇടുങ്ങിയ, അതായത് നാരോ കാനോനികവും. നമുക്ക് ആദ്യം കാനോനികം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. കാനോനികം എന്ന് പറഞ്ഞാൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു നിയമമാണ്, അല്ലെങ്കിൽ തത്വങ്ങളാണ്. അതനുസരിച്ചായിരിക്കും കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നത്. ഉദാഹരണത്തിന് ഒരു ഫോണിന് ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്നതാണ് അതിന്റെ കാനോനികം എന്ന് പറയുന്നത്. എത്യോപ്യൻ ബൈബിളിലെ ബ്രോഡർ കാനോനികം പുസ്തകത്തിൽ ഹാനോക്ക്, ജൂബ്ലീസ്, മക്കബേറിന്റെ 3 പുസ്തകങ്ങൾ, ക്ലമന്റിന് എഴുതിയ ലേഖനം, കിഡുസന്റെ 4 പുസ്തകങ്ങൾ ഉൾപ്പെടെ 81 പുസ്തകങ്ങളുണ്ട്. നാരോവർ കാനോനികത്തിന് മേൽനോട്ടം വഹിച്ചത് ചക്രവർത്തി ഹെയ്ലെ സെലേസിയാണ്. അദ്ദേഹം ഇതിനെ എത്യോപ്യൻ ബൈബിളിന്റെ ഔദ്യോഗികവും പൂർത്തീകരിക്കപ്പെട്ട ബൈബിളിന്റെ പതിപ്പായി പ്രഖ്യാപിച്ചു. ഈ പതിപ്പിൽ 72 പുസ്തകങ്ങളുണ്ട്. ബ്രോഡർ കാനോനികത്തിലുള്ള പല പുസ്തകങ്ങളെയും ഒഴിവാക്കിയാണ് ഈ പതിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ബ്രോഡർ കാനോനിക പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചില്ല. ഇത് പല വിവാദങ്ങളും സ്വീകാര്യതയിലെ വ്യത്യാസങ്ങളും വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്യോപ്യൻ ബൈബിൾ ആരും അറിയപ്പെടാതെ പോയതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അത് എഴുതിയതിന്റെ ഭാഷയാണ്. ഗീസ് എന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഷ അറിയാത്തവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. ആദ്യകാല ക്രിസ്തുമതത്തിലെ റോമൻ ചക്രവർത്തി ആത്മീയ വളർച്ചയേക്കാൾ അധികാരത്തിനും രാഷ്ട്രീയത്തിനും മുൻഗണന കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത എല്ലാ ചുരുളുകളും അവർ ഒഴിവാക്കി. റോമിലെ ബിഷപ്പ് കാനോനികമല്ലാത്ത ചുരുളുകളെല്ലാം നശിപ്പിക്കാൻ പോലും ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ചില പുരോഹിതന്മാർ അത് മറച്ചുവെച്ചു. അതുകൊണ്ട് തന്നെ 1940-കളിൽ ചാവുകടൽ ചുരുൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ഈ അടുത്തിടയ്ക്കായിട്ട് എത്യോപ്യൻ ബൈബിളിനോടുള്ള താല്പര്യം പല ആൾക്കാരിലും വർദ്ധിച്ചു വരുന്നുണ്ട്. അത് വിവർത്തനം ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട്. ഈ ബൈബിൾ പല അപകടങ്ങളെയും അതിജീവിച്ചു എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ഇറ്റലിയും നടത്തിയ ആക്രമണങ്ങളിലും 1930-കളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അത് സൂക്ഷിച്ചിരുന്ന പള്ളി കത്തി നശിച്ചതിന് ശേഷവും ഒരു കുഴപ്പമില്ലാതെ ഇന്നും അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ നിഗൂഢത വർദ്ധിച്ചു വരുന്നു. ഈ എത്യോപ്യൻ ബൈബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.